ഹായ് ഹലോ നമസ്കാരം. ഞാൻ രൂപ ഉദയകുമാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് അധ്യാപക ദിനം. എല്ലാ കുരുന്നുകളും തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപികയ്ക്കോ വേണ്ടി പ്രായഭേദമന്യേ ചെറുപ്പ വലിപ്പമന്യേ എല്ലാവരും അവരുടെ ആശംസകൾ കൈമാറുന്ന ഒരു ദിവസം. അധ്യാപകർ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ദിവസം. കാരണം നമ്മളെ ഓർത്തെടുക്കാൻ ഒരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ നമ്മുടെ മുന്നിലേക്ക് വന്ന് ആശംസകൾ പറയുമ്പോൾ അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. എന്നിരുന്നാലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ്റെ പേര് പറയൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ +2 പഠിച്ച സമയത്ത് അവിടെ എന്നെ സോഷ്യോളജി പഠിപ്പിച്ച ഒരു അധ്യാപകനെ കുറിച്ചാണ്. അദ്ദേഹം ഇപ്പോഴെവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ആ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ്റെ മുഖമല്ലാതെ വേറെ ഒരു അധ്യാപകനെയോ അധ്യാപികയോ എനിക്ക് ഓർത്തെടുക്കാനോ എൻ്റെ മനസ്സിൽ പതിഞ്ഞതായിട്ടോ തോന്നുന്നില്ല. കാരണം നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മളോട് നമ്മളായി സംസാരിക്കുന്ന, നമ്മുടെ കുറവുകൾ എന്തെന്ന് മനസ്സിലാക്കി നമ്മളോട് സംസാരിക്കുന്ന അധ്യാപകരെയായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എന്നെപ്പോലെ നിങ്ങൾക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ കഴിയുക. എൻ്റെ മുന്നിൽ നിന്ന് എന്നെ എത്രത്തോളം പരിഹസിച്ചുകൊണ്ടും നിൻ്റെ കഴിവുകൾ ഒന്നുമല്ല എന്ന് പറഞ്ഞ് പിന്മാറി നിന്നോ എന്ന് പറയുന്ന അധ്യാപകരേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മളുടെ ഉപദേശങ്ങളിലൂടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്ന പ്രിയപ്പെട്ട അധ്യാപകരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കാം, ഓരോരുത്തരും പറയുന്നില്ലേ അവരവരുടെ ജീവിതത്തിൽ വലിയ വലിയ സംഭാവനകൾ നൽകിയ ഒരുപാട് അധ്യാപകരെക്കുറിച്ച് ഓരോരുത്തരും വന്ന് പറയുന്നില്ലേ എന്നുള്ള ഒരു വസ്തുത തീർച്ചയാണ്. ഓരോ അധ്യാപകരും ചിലപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴികാട്ടിയും മാർഗനിർദ്ദേശിയുമായി മാറിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമാണ്. ജീവിതത്തിൽ ഞാൻ ഒരു ഏറ്റവും വേദനാജനകമായി എനിക്ക് തോന്നിയ ഒരു അധ്യാപിക എന്ന് പറയുന്നത്, എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് കവിതയൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട് ഞാനൊരു കവിത എഴുതി എൻ്റെ അധ്യാപികയുടെ മുന്നിൽ കൊടുത്തപ്പോൾ ആ പ്രിയപ്പെട്ട അധ്യാപിക എന്നോട് ചോദിച്ചത് ഇത് എവിടെ നിന്ന് നോക്കി എഴുതിയതാണെന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് വല്ലാതെ വേദനിച്ചു. ഇനി കവിതയൊന്നും എഴുതുന്നില്ല എന്ന് വിചാരിച്ച ഒരു സമയമായിരുന്നു. അതിനുശേഷം ഞാൻ കവിത എഴുതി എന്നല്ല, നമ്മുടെ ചെറുപ്പത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ കഴിവുകളും നമ്മൾ വീട്ടിൽ എത്ര സമയം ചെലവഴിക്കുന്നോ അതിലുപരിയാണ് നമ്മൾ സ്കൂളിൽ രാവിലെ ഒരു 9 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ കൂടുതൽ സമയവും ഓരോ അധ്യാപകനും അധ്യാപികയ്ക്കും തങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത്, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ വൈവിധ്യങ്ങൾ ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സമയമാണ്. ഒരു കുട്ടിയുടെ ശാരീരിക നിലയോ മാനസിക നിലയോ സാമ്പത്തിക നിലയോ അല്ലെങ്കിൽ അവളെ കാണാൻ ഭംഗിയുണ്ടോ ഭംഗിയില്ലേ എന്നൊന്നും നോക്കിയ ആവരുത് ആ കുട്ടിയെ നിങ്ങൾ ജീവിതത്തോട് കൂടുതൽ ചേർത്ത് നിർത്തേണ്ടത്. കാരണം പല മേഖലകളിൽ നിന്ന് വരുന്ന ഒരുപാട് കുട്ടികളുണ്ടാവാം. അപ്പോൾ അവരുടെ ഓരോ വീട്ടിലും അവരുടേതായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടായിരിക്കും അവർ അവരുടെ സ്കൂൾ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കോളേജ് ജീവിതത്തിലേക്ക് വരുന്നത്. കോളേജ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ തിരിച്ചറിവും പക്വതയൊക്കെ എത്തിയിട്ടുണ്ടാകും. പക്ഷേ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ മനസ്സിലേക്ക് എന്താണോ നിറയ്ക്കുന്നത് അത് മാത്രമാണ് അവർ പുറത്തേക്ക് കളയുന്നതും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകളോട് ഒരു അധ്യാപിക കഴിഞ്ഞ വർഷം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഈ ഒരു അധ്യാപക ദിനത്തിൽ ഓർത്തെടുക്കുകയാണ്. എൻ്റെ മകളോട് ആ അധ്യാപിക മകളോടായിട്ട് പറഞ്ഞതല്ല, ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അത് തൊണ്ടയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു, വളരെ ചവച്ചരച്ച് വേണം ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുഞ്ഞ് പിന്നെ ഒരു ദിവസവും ഒരു ഭക്ഷണവും കഴിക്കാതെ ഒരാഴ്ചക്കാലത്തോളം വീട്ടിലിരുന്ന് കരയുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഈ കാര്യം എന്ന് പിടികിട്ടാതെ അവസാനം അവൾ തന്നെ പറഞ്ഞു, ഇങ്ങനെയാണ് എന്നോട് എൻ്റെ ടീച്ചർ പറഞ്ഞതെന്ന്. അപ്പോൾ അതേ ടീച്ചറിനെ വിളിച്ചിരുത്തി കാര്യങ്ങൾ അവളെ വ്യക്തമാക്കി പറയുകയും ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോലും സമീപിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷേ അവളുടെ ടീച്ചർ അവളോട് അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് എത്രത്തോളം ഒരു കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നു, ഒരു കുട്ടിയെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ഫലമായിരിക്കും ഒരു അധ്യാപകനോ ഒരു അധ്യാപികയോ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ. അപ്പോൾ ഒരു
അടിത്തറ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന് ലഭിക്കുന്നത് അവരുടെ സ്കൂളുകളിൽ നിന്ന് തന്നെയാണ്. അതിൽ 100% സംശയമില്ലാത്ത ഒരു വസ്തുതാപരമായ കാര്യമാണ്. അതുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ മുന്നിൽ ഒരു കാരണവശാലും അവൾ പഠിക്കുന്നുണ്ടോ, പഠിക്കുന്നില്ലയോ, അവൾ സൗന്ദര്യമുണ്ടോ, സൗന്ദര്യമില്ലേ, അവൾ സാമ്പത്തികമായി ഉയർന്ന ചുറ്റുപാടിലാണോ എന്നൊന്നും നോക്കിയല്ല കേട്ടോ നിങ്ങൾ ഒരു കുട്ടിയെ സമീപിക്കേണ്ടത്. അവർ പല ജീവിത സാഹചര്യങ്ങളിൽ വരുന്നത് കൊണ്ട് നിങ്ങൾ വേണം അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനും. അതുകൊണ്ട് കുട്ടികളെ തരംതിരിച്ച് കാണുന്ന പ്രവണത ഒരു അധ്യാപകനും പാടില്ല എന്ന് മാത്രമല്ല, പല കഴിവുകളുണ്ടെങ്കിലും അവയൊക്കെ ചെറിയൊരു വാക്കുകൊണ്ട് നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിച്ച് വിടാൻ കഴിയും. നിൻ്റെ മാർക്ക് ഇത്രയല്ലേ ഉള്ളൂ, നിനക്ക് പഠിക്കാൻ കഴിയില്ല എന്നൊരിക്കലും പറയരുത്. നീ ഇത്ര മാർക്ക് വാങ്ങിയല്ലോ, ഇനിയും നിനക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് മാർക്ക് വാങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞ് വേണം പ്രോത്സാഹിപ്പിക്കാൻ. അത്യാവശ്യം വഴക്കൊക്കെ പറയാം, പക്ഷേ ആ വഴക്ക് എന്ന് പറയുന്നത് മറ്റൊരാളുടെ മുന്നിൽ ഒരു കുട്ടിയെ തളർത്തിക്കളയുന്ന രീതിയിൽ ആവരുതെന്ന് മാത്രം. എന്നെ ഏതൊക്കെ ക്ലാസ്സുകൾ പഠിപ്പിച്ച അധ്യാപകരുണ്ടോ, ഏതൊക്കെ ക്ലാസ്സുകളിൽ എനിക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന അധ്യാപകനോ അധ്യാപികയോ ഒക്കെ ഉണ്ടെങ്കിലും അവരുടെയൊക്കെ മുന്നിൽ ഞാൻ എപ്പോഴും നല്ലൊരു രീതിയിൽ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ തിരിച്ചും ചിന്തിക്കാം, നമ്മളാരും നിന്നോട് മോശമായി പെരുമാറിയില്ലല്ലോ എന്ന്. ഒരിക്കലുമല്ല കേട്ടോ. ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഗുരുക്കന്മാർക്കും ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. പക്ഷഭേദമില്ലാതെ നീയാണ് എൻ്റെ കുരുന്ന് എന്നുള്ള രീതിയിൽ, നീയാണ് എൻ്റെ കുട്ടി എന്നുള്ള രീതിയിൽ എല്ലാ കുരുന്നുകളെയും എല്ലാ കുട്ടികളെയും നിങ്ങൾ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വേണം കൊണ്ടുപോകാൻ. അവിടെ അവരുടെ നിറമോ അവരുടെ ജാതിയോ മതമോ സമ്പത്തോ ഒന്നിനും പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളുമാണ് അവരുടെ മനസ്സിൽ വേദപാഠമായി അവർ ഉൾക്കൊള്ളുന്നത്.